മാമാനിക്കുന്ന് ക്ഷേത്രം കണ്ണൂർ ജില്ലയിലെ അതീവ ചരിത്ര പ്രാധാന്യമുള്ളതും ശാക്തേയ പൂജാവിധികൾ പിന്തുടരുന്നതുമായ ഒരു പ്രശസ്ത ആരാധനാലയമാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളി ഭാവത്തിലുള്ള ദേവിയാണ്. കണ്ണൂർ ജില്ലയിലെ ഇരിക്കൂർ എന്ന ഗ്രാമത്തിലാണ് മാമാനിക്കുന്ന് ശ്രീ മഹാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലയോര മേഖലയിലൂടെ ഒഴുകുന്ന ഇരിക്കൂർ പുഴയുടെ അഥവാ ഈ ഇരിക്കൂർ പുഴ എന്ന് പറയുന്നത് വളപട്ടണം പുഴയുടെ കൈവഴിയാണ്. ഈ ഇരിക്കൂർ പുഴയുടെ കിഴക്കേ തീരത്താണ് അതീവ ശാന്തസുന്ദരമായ ഈ ക്ഷേത്രമുള്ളത്. കണ്ണൂർ നഗരത്തിൽ നിന്നും ഏകദേശം 30 കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്നും 14 കിലോമീറ്ററുമാണ് ഇവിടേക്കുള്ള ദൂരം. ഈ പ്രദേശത്ത് പണ്ട് താമസിച്ച് ആരാധന നടത്തിയിരുന്ന നമ്പൂതിരി ബ്രാഹ്മണരാണ് ക്ഷേത്രത്തിന്റെ ആദ്യകാല നിർമ്മിതിക്ക് പിന്നിൽ എന്നാണ് ചരിത്രം. എന്നാൽ 18ാം നൂറ്റാണ്ടിൽ മലബാറിൽ നടന്ന വിദേശ ആക്രമണങ്ങളിൽ ഈ ക്ഷേത്രവും സമീപത്തുണ്ടായിരുന്ന വിഷ്ണു ക്ഷേത്രവും പൂർണ്ണമായി തകർക്കപ്പെടുകയും ജനങ്ങൾ ഇവിടം ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയും ചെയ്തു. പിൽക്കാലത്ത് ഈ പ്രദേശം പ്രമുഖ ജന്മി കുടുംബമായ കല്യാട്ട് താഴത്ത് വീട്ടിൽ കുടുംബത്തിന്റെ കൈവശമെത്തി. ദേവീഭക്തരായ അവർ തകർന്നടിഞ്ഞ ക്ഷേത്രം കണ്ടെത്തുകയും സ്വന്തം കുടുംബ ഫണ്ട് ഉപയോഗിച്ച് ഇത് മനോഹരമായി പുനർനിർമ്മിക്കുകയും ചെയ്തു. അടുത്ത കാലം വരെ ഈ കുടുംബത്തിന്റെ സ്വകാര്യ ക്ഷേത്രമായിരുന്നു ഇത്. പിന്നീട് ഭക്തജനങ്ങളുടെ തിരക്കേറിയതോടെ ഇത് ഒരു പൊതുക്ഷേത്രമായി മാറി. ഈ ക്ഷേത്രത്തിന് വളരെ അപൂർവമായ ഒരു ഘടനയുണ്ട്. ഒരേ നാലമ്പലത്തിനകത്ത് 2 പ്രധാന പ്രതിഷ്ഠകളാണുള്ളത്, മഹാദേവനും ഭദ്രകാളിയും. എന്നാൽ ഇവരുടെ ശ്രീകോവിലുകളുടെ ദർശനം വ്യത്യസ്ത ദിശകളിലാണ്. ശിവൻ കിഴക്കോട്ടും പ്രധാന പ്രതിഷ്ഠയായ മഹാദേവി അഥവാ ഭദ്രകാളി ഇരിക്കൂർ പുഴയ്ക്ക് അഭിമുഖമായ വടക്കോട്ടും ദർശനം നൽകുന്നു. ദേവിയുടെ നിർദ്ദേശപ്രകാരം സ്വാത്വിക പൂജകളിൽ നിന്നും മാറി തന്ത്രിമാരുടെ കൗളമാർഗ പ്രകാരമുള്ള ശാക്തേയ പൂജാ രീതിയാണ് ഇവിടെ അവലംബിച്ചിരിക്കുന്നത്. ഇതിനായി വടകര ഭാഗത്ത് നിന്നും പ്രത്യേകമായി കൊണ്ടുവന്ന പിടാരർ സമുദായത്തിൽപ്പെട്ട ശാന്തിക്കാരാണ് ഇന്നും ഇവിടുത്തെ പൂജകൾ നിർവഹിക്കുന്നത്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രധാനമായ 2 ഐതിഹ്യമാണുള്ളത്. ഒന്നാമത്തെ ഐതിഹ്യപ്രകാരം പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയ കേരളത്തിലെ പ്രധാന ദുർഗ അഥവാ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. വന്യമൃഗങ്ങൾ നിറഞ്ഞ കൊടും കാടായിരുന്ന ഈ മലമുകളിൽ ദേവിയുടെ ഉഗ്രരൂപിണിയായ ചൈതന്യം തിരിച്ചറിഞ്ഞാണ് പ്രതിഷ്ഠ നിർവഹിക്കപ്പെട്ടത് എന്നാണ് ഒരു വിശ്വാസമുള്ളത്. മറ്റൊന്ന്, വിദേശ ആക്രമണ സമയത്ത് ക്രൂരമായ ആക്രമണത്തിനിടയായ നാട്ടുകാരിൽ ബാക്കിയുള്ളവർ പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോൾ മാമാനിക്കുന്ന് ദേവിയുടെ വിഗ്രഹം അവർക്ക് അദൃശ്യമായ സംരക്ഷണ വലയമൊരുക്കി രക്ഷിച്ചുവെന്നാണ് പ്രാദേശികമായ ഒരു വിശ്വാസം. ഈ സംരക്ഷണത്തിന്റെ കൃതജ്ഞതയായും ദേവിയുടെ ഉഗ്രശക്തിയെ വണങ്ങാനുമായാണ് പിന്നീട് ശാക്തേയ രീതിയുള്ള ശത്രു സംഹാര പൂജകളും ശക്തിപൂജകളും ഇവിടെ പ്രധാന വഴിപാടുകളായി മാറിയത്. കേരളീയ ക്ഷേത്രത്തിലെ പൊതുവായ വസ്ത്രധാരണ ശൈലിയാണ് ഇവിടെയുമുള്ളത്. പുരുഷന്മാർ മുണ്ട് ധരിക്കണം. ശ്രീകോവിലിന് മുന്നിൽ പ്രവേശിക്കുമ്പോൾ ഷർട്ട്, ബനിയൻ എന്നിവ മാറ്റേണ്ടതുണ്ട്. പാൻസ്, ലുങ്കി എന്നിവയ്ക്ക് വിലക്കും ഇവിടെയുണ്ട്. സ്ത്രീകൾ സാരിയോ സെറ്റുമുണ്ടോ അല്ലെങ്കിൽ ദുപ്പട്ടയോടുകൂടിയ സൽവാറോ ചുരിദാറോ ധരിക്കാം. മോഡേൺ വസ്ത്രങ്ങൾ അനുവദനീയമല്ല. ഇവിടുത്തെ ദർശന സമയം സാധാരണ 5:45 മുതൽ 6:55 വരെയും പിന്നീട് 7:45 മുതൽ 10 മണി വരെയും ശേഷം 11:15 വരെ 1 മണി വരെയുമാണ് ഉച്ചവരെയുള്ള ദർശനം. ശേഷം വൈകുന്നേരം 6:15 മുതൽ 7 മണി വരെ ആയിട്ടാണ് ദർശനം ഇവിടെ സാധ്യമാവുന്നത്. ഇവിടെ വൈശാഖ മാസത്തിലെ സമയത്തിനനുസരിച്ച് അവിടെ സാധാരണ ഉച്ച സമയത്ത് 2 മണി വരെ 2:30 വരെയൊക്കെ ദർശനങ്ങൾ സാധ്യമാവാറുണ്ട്. പിന്നീട് വൈകുന്നേരം 4 മണിക്കായിട്ടാണ് തുറന്നു കാണാറുള്ളത്. ഇവിടെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഉച്ചയ്ക്ക് സൗജന്യമായ അന്നദാനവും ലഭ്യമാണ് എന്നുള്ളതാണ്. കണ്ണൂരിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇരിക്കൂറിലേക്ക് നേരിട്ട് ബസ്സുകളെല്ലാം ഇവിടെ എത്തിച്ചേരുവാൻ ലഭ്യമാണ്. ഏകദേശം 30 കിലോമീറ്ററാണ് കണ്ണൂർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഇരിക്കൂർ ടൗണിൽ നിന്നും വളരെ അടുത്തായിട്ടാണ് ഈ മാമാനിക്കുന്ന് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തളിപ്പറമ്പിൽ നിന്നും ഇരിട്ടിയിൽ നിന്നും ഇരിക്കൂർ വഴി പോകുന്ന ബസ്സുകളിൽ വഴി എളുപ്പത്തിൽ നമുക്ക് ഇവിടെ എത്തിച്ചേരാൻ സാധിക്കും. ഇരിട്ടിയിൽ നിന്നും 14 കിലോമീറ്റർ
അതായത് തളിപ്പറമ്പിൽ നിന്നും 23 കിലോമീറ്ററും ഏകദേശം വരും. ഏറ്റവും അടുത്തുള്ള പ്രധാന റെയിൽവേ സ്റ്റേഷനായി കാണുന്നത് അവിടെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാണ്. കണ്ണൂരിൽ ഇറങ്ങി ടൗണിൽ നിന്നും ഇരിക്കൂർ ബസ്സിൽ കയറി ക്ഷേത്രത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് എന്ന് പറയുന്നതും കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. എയർപോർട്ടിൽ നിന്നും മട്ടന്നൂർ വഴി ഇരിക്കൂറിലേക്ക് ഏകദേശം 20-22 കിലോമീറ്റർ ദൂരമുണ്ട്. എയർപോർട്ടിൽ നിന്നും ടാക്സിയോ ബസ്സിലോ ഒക്കെ നമുക്ക് ഈ മാമാനിക്കുന്ന് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. നമുക്കടുത്ത് പോകാം, സന്ദർശിക്കാം പ്രശസ്ത ശാക്തേയ കാവുകളിൽ ഒന്നായ മാമാനിക്കുന്ന് ക്ഷേത്രം.